നമസ്കാരം. കണ്ണൂർ ജില്ലയിൽ ADM ആയി ജോലി തുടരവേ തൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ജീവിതത്തിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ ചുമതലകൾ നടത്തുന്ന നവീൻ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായിരുന്നു അവിടുത്തെ ഭൂമാഫിയ സംഘങ്ങളുടെ ഇടപെടലെന്ന് പറയുന്നത്. അവിടെ ചെങ്കൽ മാഫിയ അടക്കം ഭൂമാഫിയയുടെയും വലിയ തോതിലുള്ള ഒരു ആറാട്ട് തന്നെ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. അത്രയും കാലയളവിൽ അത്തരത്തിൽ വളരെ കൃത്യമായി വ്യക്തമാക്കുന്ന ചില നിർണായക തെളിവുകളാണ് ഗീത IASന്റെ പക്കൽ ഇപ്പോൾ ഉള്ളത്. അതായത് ഈ ഭൂമാഫിയകളുമായിട്ടുള്ള ഭൂമാഫിയ സംഘങ്ങളുമായിട്ടുള്ള വാക്കുതർക്കം അതൊരു കുടിപ്പകയാക്കി മാറ്റിയെടുക്കുകയായിരുന്നു. നവീൻ ബാബുവിനെ വകവരുത്തുക എന്നുള്ളത് ശരിക്കും ഈ മാഫിയ സംഘങ്ങളുടെ ഒരു പ്രധാന ലക്ഷ്യം തന്നെയായിരുന്നു. അവർ അതിനുവേണ്ടി തക്കം പാർത്ത് നടന്നു. ഏതറ്റം വരെ പോകാനും അവർ തയ്യാറായി നിൽക്കുകയായിരുന്നു. ഇതുതന്നെയാണ് കൃത്യമായിട്ടും ആരോപിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, നവീൻ ബാബു പത്തനംതിട്ടയിൽ ജീവനോടുകൂടി പോയാൽ കണ്ണൂർ ജില്ലയിൽ ഈ സംഘം, ഈ മാഫിയ സംഘം, അതായത് ഈ പറയുന്ന മാഫിയ സംഘങ്ങൾ അവരുടെ എല്ലാ കള്ളക്കളികളും അതെല്ലാം തന്നെ വെളിച്ചത്ത് കൊണ്ടുവരാനായിട്ട് ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആ നിർണായക വിവരങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പബ്ലിഷ് ചെയ്യുകയോ ചെയ്താൽ പോലും, പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ എത്തിയ ശേഷം തൻ്റെ സൗകര്യപൂർവ്വം അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിന് പരിചയമുള്ളവർക്കൊക്കെ ഈ രേഖകൾ കൈമാറിയാൽ പിന്നെ കണ്ണൂരിൽ ഈ തട്ടിപ്പ് മാഫിയ സംഘത്തിൻ്റെ കള്ളക്കളികൾ മുഴുവൻ പൊളിഞ്ഞു വീഴും എന്ന് അവർക്കറിയാം. അത് ഈ പറയുന്ന മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയ്ക്കും അതുപോലെ തന്നെ PP ദിവ്യ നടത്തുന്ന ഇടപാടുകാർക്കുമൊക്കെ തന്നെ വലിയ വെല്ലുവിളിയായി തന്നെ മാറുമെന്ന ആരോപണവും ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്ലാനിങ് ഉപയോഗിച്ച് പ്ലാൻ ചെയ്ത് നവീൻ ബാബുവിനെ ഒതുക്കുക, അല്ലെങ്കിൽ നവീൻ ബാബുവിനെ എല്ലാ നിലയ്ക്കും തടയാൻ ശ്രമിക്കുക എന്നുള്ളത് അപ്രായോഗികമായതിനാൽ അദ്ദേഹത്തിനെ വകവരുത്തുക, ജീവനെടുക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു വഴിയും ഇവർക്ക് മുന്നിൽ ഉണ്ടാവില്ല. ഈ ഒരു നിഗമനത്തിലേക്ക് അവർ എത്തിക്കാണും എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. അതായത് എല്ലാ ഫയലുകളും, അതായത് നിരവധിയായിട്ടുള്ള അഴിമതി കേസുകളുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡൻ്റായിട്ടുള്ള PP ദിവ്യ നടത്തുന്ന ഇടപാടുകളെ സംബന്ധിക്കുന്ന നിരവധിയായിട്ടുള്ള ഫയലുകൾ അത് നവീൻ ബാബുവിനെ വളരെ കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെ ഒരു കള്ളക്കളിയും ഇതിൽ നടക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിനോട് മറ്റ് ഒരു രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റും നടക്കില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് ഇനി ആകെ ചെയ്യാനായിട്ട് കഴിയുന്നത് തേജോവധം ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതിലും ഒരു പരിധിക്കപ്പുറം അദ്ദേഹത്തിനെ ഡീമോറലൈസ് ചെയ്യാൻ കഴിയില്ല. കാരണം അങ്ങനെ വന്നാൽ എന്നായാലും ഇതൊക്കെ വെളിച്ചത്താവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നവീൻ ബാബു എന്ന വ്യക്തി അയാൾ ഇല്ലാതായാൽ മാത്രമേ അദ്ദേഹത്തിനൊപ്പം അദ്ദേഹം കണ്ടെത്തിയ സത്യങ്ങൾ, തെളിവുകൾ അവയൊക്കെ തന്നെ എന്നേക്കുമായിട്ട് അവസാനിക്കൂ എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു ഗൂഢലക്ഷ്യം ഇതിന് പിന്നിലുണ്ട് എന്ന മഞ്ജുഷയുടെ ആരോപണം അത് ഇപ്പോൾ ഒരു വലിയ തീക്കാറ്റായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. വളരെ കൃത്യമായി പറഞ്ഞാൽ തൻ്റെ ഭർത്താവിനെ ഒരു അപരാധിയായി അല്ലെങ്കിൽ ഒരു മോഷ്ടാവായി, ഒരു തട്ടിപ്പുകാരനായി ചിത്രീകരിച്ചവർക്കെതിരെ കണ്ണീരിൽ അവരെ ചുട്ട് ചാമ്പലാക്കുക എന്ന പ്രതിജ്ഞയെടുത്ത ഒരു അവതാരമാണ് ശരിക്കും ഇന്ന് മഞ്ജുഷ. കാരണം ഇത് സമാനതകളില്ലാത്ത ഒരു വലിയ കേസാണ്. തൻ്റെ ഭർത്താവിനെ അപമാനിച്ച് കൊല്ലാക്കൊല ചെയ്ത് ഇപ്പോഴും മാധ്യമ വിചാരണ ചെയ്ത് ഇപ്പോഴും അവരെയും അതോടൊപ്പം തന്നെ അവരുടെ കുടുംബത്തെയും ഒക്കെ തന്നെ മോശക്കാരാക്കാനായിട്ട്, അഴിമതിക്കാരനാക്കാനായിട്ടൊക്കെ തന്നെ ശ്രമിക്കുന്ന കണ്ണൂർ ലോബിക്കെതിരെയുള്ള അചഞ്ചലമായിട്ടുള്ള ഒരു പോരാട്ടമാണ് ഹൈക്കോടതിയിൽ മഞ്ജുഷയുടെ അഭിഭാഷകനും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇതിപ്പോൾ അവരെ ചതിച്ചവർക്കുള്ള ഒരു വലിയ മറുപടിയാണ്. ഹൈക്കോടതിയിൽ തൻ്റെ ഭർത്താവിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിൻ്റെ നടത്തിപ്പ് അത് വലിയ രീതിയിൽ ഒരു ഫാബ്രിക്കേറ്റ് ചെയ്തതാണ്, അവർ ഫാബ്രിക്കേറ്റഡ് എവിഡൻസുകളാണ് ഉണ്ടാക്കുന്നത് എന്ന് സധൈര്യം വിളിച്ചു പറയണമെങ്കിൽ തീർച്ചയായിട്ടും നവീൻ ബാബു കൊല്ലപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അവരോട് ഫോണിൽ സംസാരിച്ച കാര്യങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മാനസിക നില, അദ്ദേഹത്തിൻ്റെ ആ സമയത്തുള്ള പ്രവണത, ഇതെല്ലാം തന്നെ വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ പാതി ജീവനായിട്ടുള്ള മഞ്ജുഷയ്ക്ക് നല്ല വ്യക്തമായി തന്നെ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. ഇതൊക്കെ കൊണ്ടാണ് മഞ്ജുഷയുടെ ശക്തമായ ആരോപണം അത് ഇപ്പോൾ ശരിവെക്കുന്ന തരത്തിലേക്ക് നീങ്ങുന്നത്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.
വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.